ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത് ബജാജിൻ്റെ ഡോമിന 250 പറ്റിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് മോഡൽ BS 6.2 മോഡൽ ഡോമിന 250. എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യുന്നു വെച്ചിട്ട്. അപ്പോൾ ഇതാ ലേറ്റസ്റ്റ് ഇറ്ററേഷൻ എന്ന് പറയുന്നത്. കുറച്ച് മാറ്റങ്ങളുണ്ട്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. BS 6 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് മാറ്റമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BS 6 സിൽവർ വീൽസായി വന്നിട്ടിരുന്നത് ഇപ്പോൾ അത് മാറി തിരിച്ചവർ ബ്ലാക്കിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ നമ്മുടെ കൺസോളും ചെറിയ അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഞാൻ വണ്ടിയുടെ വാക്ക് അറൗണ്ട്, വണ്ടിയുടെ വിശേഷങ്ങളും വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിന് ശേഷം വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ചെറിയൊരു ഫിനാൻസ് ഡീറ്റെയിൽസ് വീഡിയോയുടെ ഒപ്പം തന്നെ കൊടുത്തേക്കാം. വണ്ടി നമുക്ക് ആക്ച്വലി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല, കാരണം പ്ലേറ്റ് ഇല്ല. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് എനിക്ക് മൺഡേ ആണ് അവർക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുള്ളൂ പറഞ്ഞു. വേണം ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് മൺഡേ വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറൊരു ദിവസം വന്നിട്ട് വണ്ടിയുടെ ഫുൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് മാത്രമായിട്ട് ലോങ് റൈഡ് എടുത്തിട്ട് വണ്ടിയുടെ വിശേഷം കാര്യങ്ങളും അന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ജസ്റ്റ് വണ്ടി എങ്ങനെയുണ്ട്, വണ്ടിയുടെ പ്രൈസ്, വണ്ടിക്കൊന്ന മാറ്റങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വണ്ടി ഇവിടെ വന്നിട്ട് മാറ്റിയിട്ട് കുറച്ച് ഇവിടെ മാറ്റിയിട്ടിട്ട് അതിൻ്റെ വിശേഷം കാരണം പറഞ്ഞുതരാം. ഓക്കെ, കയറിയിരിക്കുമ്പോൾ തന്നെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡോമിനാർ 400 അതേ ഒരു ഫീലൊക്കെ തന്നെയാണ്. ആ ഒരു മാസീവായിട്ടുള്ള ടാങ്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ജസ്റ്റ് വണ്ടി എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇടാം. ഓ മാൻ, ഇത് വളരെ നല്ല കാര്യം കേട്ടോ. അവർ ആ ഡോമിനാർ 400 മിറേഴ്സ് തന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓ സീറ്റ്, എൻ്റെ അമ്മേ, ഈവൻ സൗണ്ട് വരെ നമ്മുടെ ഡോമിനാർ 400 ആയിട്ട് വളരെ സിമിലറാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കോൾഡ് സ്റ്റാർട്ട് ആയതുകൊണ്ട് കുറച്ച് കയറിയാണ് ഇരിക്കണേ. നമുക്ക് കുറച്ച് മാറ്റിയിടാം. ഇതാണ് ഞാൻ പറഞ്ഞ മാറ്റം കേട്ടോ. ഇവിടെ ഓഡോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് നമ്മൾ ടോഗിൾ ചെയ്യുകയാണെങ്കിൽ ട്രിപ്പ് 1, ട്രിപ്പ് 2, ഡിസ്റ്റൻസ് ടു empty വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പെട്രോൾ വെച്ചിട്ട് പിന്നെ 80 കിലോമീറ്റർ ഓടുമെന്ന് പറയണേ. പിന്നെ എന്നാ പറയുക, ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. സാധാരണ ഡോമിനാർ 400 ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓ മാൻ, ഗിയർ ബോക്സ്, ക്ലച്ച് വളരെ സ്മൂത്താണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും ഒരു പ്രീമിയം ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ഒരു വിസിൽ സൗണ്ട് ഇല്ലേ, എന്നിട്ട് വിസിൽ സൗണ്ട് കണ്ടോ ഒരു വിസിൽ സൗണ്ടൊക്കെ ഉണ്ട് വണ്ടിക്ക്. മാറ്റങ്ങൾ തന്നെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ ഒരു സിൽവർ വീലായിരുന്നു, അതിപ്പോൾ ബ്ലാക്ക് ആയിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും അതെ, ഇപ്പോൾ ബ്ലാക്ക് വീൽസായി മാറിയിട്ടുണ്ട്. പക്ഷേ വണ്ടിയിൽ ഇപ്പോഴും ആ ഒരു സിൽവർ ആക്സെൻറ്റ്, ആ ട്രാങ്ക് സ്ട്രട്ടിലാണെങ്കിലും ഈ ഒരു പീസിലാണെങ്കിലും ആ ഒരു സിൽവർ ആക്സെൻറ്റ് ഇപ്പോഴും ഉണ്ട്. വേറെ വന്നേക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ്. നമുക്കിപ്പോൾ ഓൺ ആക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഇവിടെ ഡിസ്റ്റൻസ് empty വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു ഫസ്റ്റ് ആൻഡ് ഡോമിനാൽ കണ്ടുവന്ന ആ ഒരു സെക്കൻഡറി മീറ്ററാണ് ഇവിടെ വന്നേക്കുന്നത്. ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഗിൽസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇതാണ് മേജർ മാറ്റം എന്ന് പറയുന്നത്. പിന്നെ വിഷ്വലി പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഡോമിനാർ 400 അതേ ലുക്കാണ് ഒറ്റ നോടൽ നോക്കിക്കഴിഞ്ഞാൽ. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കളർ വെച്ച് കണ്ടുപിടിക്കാമെന്നല്ലാണ്ട് വിഷ്വലി അതേ ഒരു സൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനും വരുന്നത്. ഡോമിനാർ 250 ആക്ച്വലി 3 കളേഴ്സിലാണ് ഇപ്പോൾ 2024 വേർഷൻ വരുന്നത്. ഒന്ന് ഈ റെഡ് ആണ്, അത് കൂടാണ്ട് ഒരു ബ്ലാക്ക് വേർഷൻ ഉണ്ട്, പിന്നെ ഒരു ഗ്രീൻ വേർഷൻ ഉണ്ട്, ഒരു ലൈറ്റ് ഗ്രീൻ വേർഷൻ വരുന്നുണ്ട്, ഒരു യെല്ലോയിഷനൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ 3 കളറിലാണ് നമുക്ക് ഡോമിനാർ 250 വരുന്നത്. ഡോമിനാർ 400 അതേ കളേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ അല്ല. ഇതിൻ്റെ കളേഴ്സൊക്കെ എക്സ്ക്ലൂസീവ് ടു ഡോമിനാർ 250 ആണ്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ അതേ ഒരു സെയിം യൂണിറ്റ് ആണ് നമ്മൾ ഡോമിനാർ 400 കണ്ടുന്ന എക്സാക്ട് സെയിം ഹെഡ്ലൈറ്റ് ആണ് അത്. പക്ഷേ പുതിയ വേർഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും വൈസർ പഴയതിൻ്റെ കൊടുത്തിരിക്കുന്ന ഒരു ഷോർട്ട് വൈസറാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ വളരെ മാസീവ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്ക് ഉണ്ട്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ഡോമിനാർ 400 സെയിം ആണെന്ന് വിചാരിക്കും. പക്ഷേ വ്യത്യാസമുണ്ട്. ഇത് ആക്ച്വലി കുറച്ചും കൂടി ചെറുതാണ്. 37 mm അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. പക്ഷേ ഈ ഒരു ഔട്ടർ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ മാസീവ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു 37 mm എന്ന് പറയുന്നത് തോന്നിക്കില്ല, വളരെ ചെറുതായിട്ട് തോന്നിക്കില്ല, അത്യാവശ്യം സൈസായിട്ട് തോന്നിക്കും. പിന്നെ എക്സാക്ട് സെയിം മഡ് ഗാർഡാണ്. ആ ഒരു പെയിൻറ്റഡ് ആയിട്ടുള്ള ഫെൻഡർ ഫ്രണ്ടിൽ വരുന്നുണ്ട്. പിന്നത്തെ 400 വെച്ച് നോക്കുമ്പോൾ മേജർ വ്യത്യാസം വന്നത് ടയർ സൈസിൽ, ടയർ പ്രൊഫൈലാണ്. നമുക്ക് ആക്ച്വലി ഡോമിനാർ 250ക്ക് 100 സെക്ഷൻ ഫ്രണ്ട് ടയറാണ് വരുന്നത്. നമ്മുടെ RSലും NS യൂണിറ്റും കണ്ടുവന്ന അതേ സെയിം 180 സെക്ഷൻ ഫ്രണ്ട് ടയറാണ്. 15 അലൈസ് തന്നെയാണ്, സെയിം യൂണിറ്റാണ് വരുന്നത്. കാരണം ഇതിൻ്റെ അലോയ് സൈസ് വ്യത്യാസമുണ്ട്. ഡോമിനാർ 400 നമുക്ക് ആക്ച്വലി വരുന്നത് ഒരു 3.5 അലോയാണ്. ഇതിൽ ആക്ച്വലി
2.5 ആണ് ഇപ്പോൾ രണ്ടിനും വരുന്നത്. ഡോമിനാർ 400 പോലെ 3 ഇല്ല. ബാക്കിലും അത് തന്നെയാണ്, കുറച്ചും കൂടി ചെറുതായിട്ടുള്ള അലോയ്സാണ് ബാക്കിൽ വരുന്നത് ഡോമിനാർ 400 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ടയർ പ്രൊഫൈൽ കുറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിലൊരു 100 സെക്ഷനും ബാക്കിൽ നമ്മുടെ RS 200 പോലെ 130 സെക്ഷനുമാണ് വരുന്നത്. സെയിം ടയർ പ്രൊഫൈലാണ് രണ്ടിനും വരുന്നത്. പിന്നത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ഡിസ്ക്കാണ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് കുറച്ചും കൂടി ചെറിയ ഡിസ്ക്കാണ്. ഡോമിനാർ 400 320mm ഡിസ്ക്കാണ് വരുന്നത്. പക്ഷേ ഇതിലാവട്ടെ ഒരു 300mm വരുന്നത്, കുറച്ചും കൂടി ചെറുതാണ്. പക്ഷേ വളരെ മികച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റേഡിയൽ മൗണ്ട് കാലിപ്പർ വരുന്നുണ്ട്. ഇതാണ് ആക്സിയൽ മോഡ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ സ്റ്റേ എന്ന് പറയുന്നത് അകത്തേക്കാണ്. റേഡിയൽ മോഡ് എന്ന് പറയുമ്പോൾ സ്ക്രൂ പോകണം ഇങ്ങനെയാണ്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ബ്രേക്സ് ഇതിനാണ് വരുന്നത്. അപ്പോൾ അവരത് കീപ്പ് ചെയ്തു, വളരെ നല്ല കാര്യം. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ പഴയ ഡോമിനാർ 400 കണ്ടിരുന്ന അതേ ബെല്ലി പാനാണ്. ആ ഒരു പുതിയ ബാഷ് പ്ലേറ്റ്, ആ സ്റ്റീൽ ബാഷ് പ്ലേറ്റ് ഒന്നും ഇതിനകത്തേക്ക് വന്നില്ല. പക്ഷേ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോമിനാർ 400 വരുന്ന ഒട്ടുമിക്ക എല്ലാ ആക്സസറീസും നമുക്ക് 250 കയറ്റാനായിട്ട് പറ്റും. ഡയറക്റ്റ് ഫിറ്റാണ്, എക്സ്ട്രാ മോഡിഫിക്കേഷൻ്റെയോ ക്ലാമ്പ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഹാർട്ട് ഓഫ് ദി മാറ്റർ ആ ഒരു 248cc നമ്മുടെ KTM Duke 250 ഹുസ്ക്വാർണ 250 കാണുന്ന അതേ എഞ്ചിനാണ്. ഹെഡ് ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് 2 സ്പാർക്ക് പ്ലഗ് വെക്കാൻ പറ്റി. പവർ ഔട്ട്പുട്ടിൽ ചെറിയൊരു കുറവുണ്ട്. പവർ ഔട്ട്പുട്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ 26 bhp ആണ്. ടോർക്ക് നോക്കുവാണെങ്കിൽ 23 ടോർക്കാണ്. അത് നമ്മൾ KTM Duke 250 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അറൗണ്ട് 4 PS പവർ കുറവാണ്, 1 Nm കുറവാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവർ ഹെഡ് ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി റിഫൈൻമെൻറ്റിന് വേണ്ടിയാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി എന്താ പറയുക, ഒരു പവർ ക്രൂസർ എന്നൊരു ടേമിനോട് നീതി പുലർത്താനായിട്ട് റിഫൈൻമെൻറ്റ് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തിട്ടാണ് അവരെ ഡീട്യൂൺ ചെയ്തേക്കുന്നത്. നമുക്ക് ലിക്വിഡ് കൂളിങ്ങിൻ്റെ ആ ഒരു കൂളൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഫുഡ് പാക്സ് ഒക്കെ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു ഒറ്റ അലുമിനിയം പീസിലാണ് റൈഡറിൻ്റെ ഫുഡ് പാക്സും പില്ലിൻ്റെ ഫുഡ് റെസ്റ്റ് ഇരിക്കുന്നത്. നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പീസ് മൊത്തത്തിൽ ഇങ്ങനെ ഫ്ലോട്ടിങ് ആയിട്ടിരിക്കുന്ന പോലെ ഒന്നും ഇങ്ങനെ ചാടി വരുന്ന പോലെ ഉണ്ട്. RSൻ്റെ ഉണ്ടോ ഇങ്ങനെ ചാടിയിരിക്കുന്നത്. അത് അഴിച്ച് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയാണ്. പക്ഷേ ഇതിനങ്ങനെയൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് എക്സ്പോസ്ഡ് ആണ്. അത് പറയാൻ കാരണം നിങ്ങൾ RS കൊണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ RS കൊണ്ടിൻ്റെ റിസർവോയർ ഇരിക്കുന്നത് ഈ ഒരു ഫുഡ് പാക്സിൻ്റെ ബാക്കിലാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊട്ടക്റ്റഡ് ആണ് അത്യാവശ്യം. പക്ഷേ ഇതിൽ വരുമ്പോഴത്തേക്കും അങ്ങനെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല തെളിഞ്ഞിരിക്കേണ്ട. ഒരുത്തം കയറി ഇങ്ങനെ ഒന്ന് മുട്ടിയിടിച്ചാൽ തന്നെ വളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ റെയർ സിനാറിയോ കൊണ്ട് നടക്കില്ല എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, പിന്നെ വണ്ടി ഷാസി നോക്കുകയാണെങ്കിൽ എക്സാക്ട് സെയിം നമ്മൾ RSലും NSലും ഡോമിനാറിലൊക്കെ ഉണ്ടെന്ന് അതേ ഒരു പെരിമീറ്റർ ഫ്രെയിമാണ്. വളരെ നല്ല ഫ്രെയിമാണ്. ഹാൻഡിലിങ്ങിലായാലും കോർണേഴ്സിലൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് എടുത്തുകൊണ്ടൊക്കെ പറ്റിയ അടിപൊളി ഫ്രെയിമാണ്. പിന്നെ മേജർ മാറ്റം എന്ന് പറയുന്നത് അടുത്തത് സ്വിംഗ് ആമാണ്. നമ്മുടെ ഡോമിനാർ 400 ആക്ച്വലി അലുമിനിയം സ്വിംഗ് ആമ വരുന്നത് കുറച്ച് വലുതാണ്. ഇത് ആക്ച്വലി ചെറിയ സുങ്ങാമമാണ്. അത് കൂടാണ്ട് തന്നെ ബോക്സ് സെക്ഷൻ സുങ്ങാമ വരുന്നത്. നമ്മുടെ കോസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അതുപോലത്തെ ബോക്സ് സെക്ഷൻ സുങ്ങാമാണ് ബാക്കിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുമ്പോൾ വൃത്തികേടില്ല. കാരണം ഈ ഒരു എക്സോസ് വെച്ച് കവർ ചെയ്ത് പോകുന്നുള്ളതുകൊണ്ട് തന്നെ ഈ സൈഡിൽ നിന്ന് വൃത്തികേടില്ല. പക്ഷേ നമ്മൾ ഈ ഒരു സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ബോക്സ് സെക്ഷൻ സുങ്ങാമ ശരിക്കും കാണാൻ പറ്റും. നമുക്ക് ഡോമിനാർ 400 സുങ്ങാമ വേണമെങ്കിൽ എടുത്ത് കയറ്റാം. പക്ഷേ വണ്ടിയുടെ വെയിറ്റ് കൂടും. അവർ ശരിക്കും വെയിറ്റ് കുറച്ചേക്കണത് ഈ ഒരു സുങ്ങാമിലും ഈ ഒരു ഫോർക്കിലും പിന്നെ ആ ഒരു എഞ്ചിനും വെച്ചിട്ടാണ്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ എക്സാക്ട് സെയിമും എക്സോക്സും എല്ലാം സെയിമാണ്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. സെയിം ഫെൻഡർ, സെയിം ഡിസൈൻ, സെയിം ഡേലൈറ്റ് എല്ലാം സെയിമാണ്. പിന്നെ നമ്മുടെ ഗിയർ ബോക്സ് നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ വരുന്ന ഒരു 6 സ്പീഡ് ഗിയർ ബോക്സാണ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ് കേട്ടോ. വളരെ ഓടിച്ച് വെച്ച് കേട്ട പ്രകാരം വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ചാണ്. ഗിയർ ബോക്സ് ആണെങ്കിലും വളരെ വാട്ടർ സ്മൂത്താണെന്നാണ് കേട്ടത്. ഓക്കെ, ഇനി കയറിയിരിക്കുവാണെങ്കിൽ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ്, 800 mm ആണ്. പക്ഷേ സീറ്റിൻ്റെ വിട്ട് കൂടുതലായതുകൊണ്ട് കണ്ടോ ഇങ്ങോട്ടൊക്കെ സീറ്റ് ഇരിക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ഹാഫ് ഇട്ടെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കയറിന്നിട്ടുള്ള വ്യൂ. എന്താ പറയുക, വളരെ മാസീവായിട്ടുള്ള ബൈക്കാണ്. ഇങ്ങനെയല്ല, വളരെ ലെങ്ത്ത് കൂടിയ ബൈക്കാണ്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ല രസമുണ്ട് ഈ ഒരു വ്യൂ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ ആയാലും ഈ ഡോമിൻ്റെ സ്റ്റിക്കർ ആയാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് അത്യാവശ്യം സ്ട്രെയിറ്റ് ആണ്. പക്ഷേ ഒരുപാട് അപ്രൈറ്റ് ഞാൻ പറയില്ല. ഈവൻ ദോ ഹാൻഡിൽ ബാർ റൈസർ ഉണ്ടെങ്കിൽ കൂടെ അപ്രൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറെക്കുറെ ഇവിടെ വരും. ഇത് കുറച്ച് താന്നായിരിക്കുന്നത്. പക്ഷേ കൈ മാത്രമേ താഴെയുള്ളൂ. എൻ്റെ ബോഡി ഫ്രണ്ടിലേക്ക് പോകുന്നില്ല. ഒരുവിധം സ്പോർട്ടിയായിട്ട് ഇരിക്കണമെങ്കിൽ സീറ്റിലേക്ക് കുറച്ച് ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്കിങ്ങനെ സ്പോർട്ടിയായിട്ടൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത് അതിന് വേണ്ടിയുള്ള വണ്ടിയല്ല. കയറി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഈ വണ്ടിയുടെ വെയിറ്റ് തന്നെയാണ് കേട്ടോ. അടിയിൽ നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഏകദേശം ഇവിടെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു എഞ്ചിൽ കറക്റ്റ് എഞ്ചിലാണ് ഈ ഒരു വെയിറ്റ് ഫുള്ള് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു ഷോർട്ട് റൈഡറാണ്, നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് തുന്നിനൊക്കെ വലിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബിഗിനറിൻ്റെ കാര്യമാണ് പറയണേ. കുറച്ച് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ ആ ഒരു ഇഷ്യൂ ഇല്ല. കൊണ്ട് ഫ്രണ്ട് ഫോർക്ക് കുത്തിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് പോകുന്നോളും. അപ്പോൾ സ്വിച്ച് ഗിയറൊക്കെ നോക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ ബജാജ് സ്വിച്ചാണ്. ഇവിടെ പാസ് സ്വിച്ച് വരുന്നുണ്ട്, ഹൈ ബീം ലോ ബീം, ഇൻഡിക്കേറ്റർ, ഹോൺ വരുന്നുണ്ട്, എൻജിൻ ഗിൽ സ്വിച്ച്. പിന്നെ നമ്മുടെ BS3 വണ്ടികളിൽ കണ്ടുവന്ന പോലത്തെ
ആ ഒരു ഹെഡ് ലൈറ്റിൻ്റെ ഹൈ ബീമിൽ ലോ ബീം ആക്കുന്ന ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. ഒന്ന് DRലും ഒന്ന് മെയിൻ ലൈറ്റുമാണ്. പിന്നെ സ്റ്റാർട്ടർ സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ അവർ ചെയ്ത നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ആ ഡോമിനാർ 400 കണ്ടുവന്ന് ആദ്യം ഒരു അലുമിനിയം ഹാൻഡിലുള്ള ആ ഒരു മിറേഴ്സ് നമ്മൾ ഇതിനകത്തേക്ക് അവർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. നല്ല മിറേഴ്സാണ് കേട്ടോ. ഇത് ഒട്ടും കാരണം അധികം ഇളകില്ല. ഈ ഹാൻഡിലെ വൈബ്രേഷൻ ഇതിൽ കിട്ടുന്നല്ലാണ്ട് മിററായിട്ടൊരു ഇളക്കം ഉണ്ടാക്കുന്നില്ല. ഓക്കെ, പിന്നെ കൺസോൾ ഞാൻ പറഞ്ഞു. ഈ ഒരു സെക്കൻഡറി മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഡോമിനാർ 400 കാണുന്ന അതേ ഒരു കൺസോളാണ്. പക്ഷേ ഇതിനകത്ത് അവർ ചെറിയ മാറ്റം കൊണ്ടുവന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. സ്റ്റാൻഡ് ഡിസൈനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഒരു അലുമിനിയം കാസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു. ഓക്കെ, സ്റ്റാൻഡ് ഡിസൈനൊക്കെ നോക്കി. ഇനി ഞാൻ ജസ്റ്റ് വണ്ടി കയറിന്നിട്ട് വണ്ടിയുടെ എക്സോസിനോടൊന്ന് ഏൽപ്പിച്ചു തരാം. നമ്മുടെ ഡോമിനാർ 400 വളരെ സിമിലറാണ്. പക്ഷേ ആ ഒരു വിസിൽ സൗണ്ട് ഇതിന് ഭയങ്കര കൂളായിട്ട് തോന്നുന്നുണ്ട്. ഡ്യൂക്ക് 250 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയി, ബാക്കിൽ സസ്പെൻഷൻ പറയാൻ വിട്ടുപോയി. നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനൊക്കെ വരുന്നുണ്ട് ബാക്കിൽ കേട്ടോ. പിന്നെ മാസ്റ്റർ സിലിണ്ടറൊക്കെ കാണാൻ, റിയർ റിസർവറൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇത് കുറച്ചൊന്ന് എക്സ്പോസ്ഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പോസ്ഡ് ആണ്. കാരണം പുറത്തേക്ക് തള്ളിയായിരിക്കുന്നത്. ഒരു വീഴ്ചയിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഡാമേജ് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ വണ്ടിയുടെ എക്സോസിനോടൊന്ന് കേട്ട് നോക്കാം. ഡോമിനാർ 400 ആയിട്ട് വളരെ സിമിലറാണ്. പക്ഷേ ഡ്യൂക്ക് 250 ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇതിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഡ്യൂക്ക് 250 എടുത്ത എഞ്ചിനാന്ന് പറയത്തേ ഇല്ല. കാരണം ഭയങ്കര ബേസിനെസ്സാണ്. പിന്നെ ഒരു കുട്ടു സൗണ്ടൊക്കെയാണ്. നല്ല രസമാണ് കേൾക്കാനായിട്ട്. പയ്യെ ഒന്ന് കൈ കൊടുക്കാം. വണ്ടി സർട്ടൺ ആംഗിളിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹാർഡ്, യുനോ, എസ്പെഷ്യലി ഒരു പെയിൻറ്റ് റെഡ് കളറിലൊക്കെ നല്ല രസമുണ്ട്. നല്ല ഭംഗിയാണ്. വളരെ സെക്സി ആയിട്ടുള്ള കളറാണ്. എന്താ പറയുക, ഈ ഒരു കളർ ഡോമിനാർ 400 ആണെങ്കിൽ രസമായതിനെ. വണ്ടിയുടെ സൈസ് തന്നെയുണ്ടോ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വണ്ടി വളരെ സൈസാണ്. അപ്പോൾ RS കൊണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി വീൽ ബേസ് കൂടുതലാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സൈസ് നിങ്ങൾ മനസ്സിൽ വെക്കുക. കാരണം ഇത് അത്യാവശ്യം വലിയ വണ്ടിയാണ്. നിങ്ങളൊരു ചെറിയ വണ്ടിയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നിട്ട് അത്യാവശ്യം വലിയ വണ്ടി താങ്ങാനുള്ള ഒരു കഴിവൊക്കെ വേണം. നിങ്ങൾ നിമ്പിളായിട്ടുള്ള വണ്ടി നോക്കുവാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് നോക്കാണ്ട് ഡ്യൂക്ക് 250 നോക്കാനേ പറയുള്ളൂ. കാരണം ഇത് ട്രാഫിക്കിൻ്റെ ഇടയിലൂടെയൊക്കെ ഫ്ലിക്ക് ചെയ്തെടുക്കാനുള്ള കഴിവെന്ന് പറയുന്നത് ഇതിന് മോശമായിരിക്കും. കാരണം ഒന്ന് വീൽ ബേസും അത് കൂടാണ്ട് തന്നെ വണ്ടിയുടെ മെയിൻ തിരിച്ചടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വെയിറ്റ് തന്നെയാണ്. അറൗണ്ട് 180 kg ആണ് ഇതിന് വെയിറ്റ് വരുന്നത്. വിച്ച് ഈസ് ഡോമിനാർ 400 വെച്ച് നോക്കുമ്പോഴത്തേക്കും 14 കിലോ എന്തോ കുറവുണ്ട്. പക്ഷേ സ്റ്റിൽ 250 cc ഏറ്റവും വെയിറ്റുള്ള വണ്ടി ഇത് തന്നെയാണ്. പക്ഷേ പറയാനുണ്ട്, കാരണം ഇത് ഹൈവേയിൽ ഓടിക്കുമ്പോൾ നമുക്ക് വേണ്ടത് വീൽ ബേസും വേണം, വെയിറ്റും വേണം. ഇത് ടിക്കാണ്. കാരണം നമ്മൾ ഹൈവേയിൽ ഓടിക്കുമ്പോൾ നന്നായിട്ടൊരു 80-90 ഒക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റേബിളായിട്ട് പോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ബ്രേക്ക് സെറ്റപ്പ് ആണെങ്കിലും എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ട്. ഞാൻ പറഞ്ഞു റേഡിയൽ മൗണ്ട് കാലിപ്പർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വേറെ ഏത് വണ്ടിക്കാണ് 250 cc ഡ്യൂക്ക് കൂടാണ്ട് ഒരു റേഡിയൽ മൗണ്ട് കാലിപ്പർ അണ്ടർ 2 lakh എക്സ്ഷോറൂം വരുന്ന വണ്ടിക്കൊന്ന് കാണിച്ചു തരാമോ? വേറെ വണ്ടിക്കും ഇല്ല. ഈ വണ്ടിക്കാണ് ഒരു റേഡിയൽ മൗണ്ട് കാലിപ്പേഴ്സും വരുന്നത്. ഓക്കെ, പിന്നെ വണ്ടിക്ക് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾ കണക്ടിവിറ്റി ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ബ്ലൂടൂത്തോ നാവിഗേഷനോ ടേൺ ബൈ ടൈം നാവിഗേഷനോ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ യു വിൽ ഡിസപ്പോയിൻറ്റഡ്. സോ അതൊന്നും വരുന്നില്ല ഇതിനകത്ത്. നമുക്കൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഡിസ്റ്റൻസ് എമിറ്റി ഉണ്ട്, സ്ലിപ്പർ ക്ലച്ച് ഉണ്ടെന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഡോമിനാർ 400 ആക്സസറീസ് ഒക്കെ ഇല്ലേ, ആ ഒരു റാക്കും ആ ഒരു ക്രാഷ് കാർഡ് സെയിം ആണല്ലോ, ആ ഒരു വൈസർ, ആ ഒരു ബാഷ് പ്ലേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡയറക്റ്റ് ഫിറ്റാണ്. ഈവൻ സ്വിങ്ങാൻ വരെ കയറ്റാം. എന്തിനും നിങ്ങളൊരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഡോമിനാർ 400 എഞ്ചിൻ വരെ എടുത്ത് കയറ്റാം. ആ ലെവലിലേക്കൊന്നും ആരും പോകുന്നേക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാ ആക്സസറീസും ഇതിനകത്ത് കമ്പാറ്റബിൾ ആണ്. നമുക്ക് 400 വരുന്ന എല്ലാം ഇതിനകത്ത് കയറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടം വരെ വന്നുകൊണ്ട് നമുക്ക് പുതിയ NS 200 കാണിച്ചു. NS 125 കാണിച്ചു തരാം കേട്ടോ. 125 പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുതിയ ഹെഡ്ലൈറ്റ് തന്നെയാണ്. നമ്മുടെ NS 200 NS 160 അവതരിപ്പിച്ച ആ ഒരു സെയിം ഹെഡ്ലൈറ്റ് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ ആ ഒരു കൺസോളും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് NS 125 ആകുമ്പോഴത്തേക്ക് നമുക്കവിടെ N160 വന്ന അതേ കൺസോളായിരിക്കും. നമ്മുടെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും NS 125 ഉണ്ടാവില്ല. പക്ഷേ NS 160ക്കും NS 200 നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷനും പിന്നെ കുറച്ചും കൂടി വലിയ കൺസോളായിരിക്കും വരുന്നത്. പിന്നെ ഇവൻ്റെ എന്താ പറയുക, വണ്ടി ഗ്രാമ്പറില്ലാത്തതുകൊണ്ട് ഒരു റിയർ പീസ് കാണാൻ നല്ല രസമാണ്. പക്ഷേ നല്ല സ്പോർട്ടി ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ബഞ്ചി കോഡ്സൊക്കെ വെക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ ആണോ അതോ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാറ്ററിയുടെ തോന്നുന്നു കണ്ടിട്ട്. യെസ്, ബാറ്ററിയുടെ ആണ് കണ്ടിട്ട്. അതെ, ഓൾറൈറ്റ്. ഇനി നമുക്ക് വണ്ടിയുടെ ഫിനാൻസ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ പാലാരട്ടത്തുള്ള പോപ്പുലർ ബജാജ് വന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചേസ്. ഗായ്സ്, നമുക്ക് ഷോറൂമിൽ ഒരു ഡോമിനാർ 400 ഇരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പുതിയ NS 200 ഉണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് NS 200. എങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പുതിയ DRL കാര്യങ്ങൾ വരുന്നുണ്ട്, പുതിയ ഹെഡ്ലൈറ്റാണ്. ഇതാണ് പഴയ NS 200.
ഒരു ഹാലജൻ ലാമ്പ്, ബൾബ് ഇൻഡിക്കേറ്റേഴ്സും വരുന്ന. ഇതാണ് പഴയതും പുതിയ കേട്ടോ. നല്ല വ്യത്യാസമുണ്ട് ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും. റെസ്റ്റ് സെയിം ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ 220 നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. ഇവിടെ 220 കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിലും ഐ തിങ്ക് 150, 125 പൾസർ ഇവിടെ ഉണ്ട്, പഴയ മോഡൽസ്. പിന്നെ ഓഫ് കോഴ്സ് ഡോമിനാർ 400 ഉണ്ട്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ NS 125 ഉണ്ട്, ഡോമിനാർ 250, RS ഉണ്ട്, അവെഞ്ചർ, പിന്നെ N150, N250 വരുന്നുണ്ട്. പുതിയ അപ്സൈഡ് 4K ആയിട്ട് ഏപ്രിൽ 10 കണ്ട് ലോഞ്ചാണ് അപ്സൈഡ് 4K. അതായത് NS കൊണ്ടുള്ള സെയിം 4K അത് വെച്ചിട്ട് N250 വരുന്നുണ്ട്. ഓക്കെ.